മറ്റൊരു വാർത്ത നോക്കിയാൽ തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുറിക്കൽ തുടരുന്നു. വള്ളങ്ങൾക്ക് കടന്നുപോകാൻ കഴിയും വിധം പൊഴിയുടെ മധ്യഭാഗമാണ് ആദ്യം മുറിക്കുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ വ്യാഴാഴ്ച മുതലപ്പുഴയിലെത്തും. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, അത് എത്ര സമയമെടുത്തായിരിക്കും അത് നടപ്പാവുക? വിവരങ്ങൾ എപ്പോഴാണ് ഡ്രഡ്ജർ എത്തുക? അപർണ, മുതലപ്പുഴയിൽ ഇപ്പോഴും മണൽ നീക്കത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മൂന്ന് ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള മണൽ നീക്കത്തിനുള്ള പ്രവൃത്തികൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. ടിപ്പറുകൾ ഈ മണ്ണ് ഇവിടെ നിന്ന് സമീപത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഒരു മിനി ഡ്രഡ്ജർ ഇതിനകം തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന്റെ സഹായത്തോടുകൂടി മണൽ നീക്കാനുള്ള നടപടികളാണ്. പക്ഷേ ഇതൊന്നും തന്നെ പൂർണ്ണമായും പര്യാപ്തമല്ല. കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വലിയ ഡ്രഡ്ജർ പുറപ്പെട്ടു. മാരിടൈം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജറാണ്. അത് നാളെ അർദ്ധരാത്രിയോ മറ്റന്നാൾ പുലർച്ചെയോടുകൂടിയോ ഇവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി അൻസാർ പെരുമാതുർ, അൻസാറാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വാർത്തകൾ തുടർച്ചയായി നൽകുന്നത്. അൻസാർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഏതാണ്ട് 12 മീറ്റർ വീതിയിലും അതോടൊപ്പം തന്നെ 3 മീറ്റർ ആഴത്തിലും ഇവിടെ മണൽ നീക്കുക, എങ്കിൽ മാത്രമേ വെള്ളം ഒഴുകി പോകൂ. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കടലിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകൂ. സമരസമിതിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടെന്താണ്? ഇന്നലെ വൈകുന്നേരം കോൺട്രാക്ട് കമ്പനിയും സമരസമിതിയും കൂടി ചേർന്ന് നടത്തിയ ഒരു ചർച്ചയിലാണ് ഒരു സമവായത്തിലെത്തിയത്. കഴിഞ്ഞ 12 ദിവസമായി ഇവിടുത്തെ മത്സ്യബന്ധനം പൂർണ്ണമായും നിലച്ചിട്ട് ഇപ്പോൾ നിലവിൽ സമരസമിതിയുമായിട്ടുണ്ടാക്കിയ ഒരു ധാരണ പ്രകാരം 130ഓളം മീറ്റർ അഴിമുഖത്ത് മണൽത്തിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ 90% ഭാഗം അതിന്റെ ഒരു 70% ഭാഗം ഇന്ന് തന്നെ മുറിക്കാനുള്ള ശ്രമങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. കൂടാതെ ഹിറ്റാച്ചി ഡ്രഡ്ജർ എത്തുമ്പോൾ ഡ്രഡ്ജർ ഉൾക്കടലിലെത്തിയതിനു ശേഷമാകും ബാക്കിയുള്ള ഭാഗം മുറിക്കാനുള്ള ശ്രമം. ഈ വക്കം ഭാഗത്തുൾപ്പെടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു എന്നത് അങ്ങനെ ഒരു വിവരം കൂടി വരുന്നുണ്ട്. അവിടെ ഒരു 10ഓളം വീടുകളിൽ പൊഴി മൂടിയതോടുകൂടി 10ഓളം വീടുകളിൽ കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയുടെ ഭാഗമായിട്ട് വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് വിവരം കിട്ടിയിട്ടുള്ളത്. അവിടെ വഴികളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളം കയറിയിരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കൂടുതൽ രൂക്ഷമാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ വലിയ യാനങ്ങളൊക്കെ ട്രാക്ടറിൽ കെട്ടിവലിച്ച് കടലിൽ പോകുന്നതാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് വള്ളങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അൻസാർ, മറ്റൊരു കാര്യം, ഏതാണ്ട് 10 വർഷത്തിനിടെ 70ഓളം പേരുടെ ജീവൻ നഷ്ടമായ ഇവിടെ തിരയടിയിലും അപകടത്തിലും ഈ മണൽ യഥാസമയം നീക്കാത്തത് കൂടി അതിനൊരു കാരണമാണ്. അതോടൊപ്പം തന്നെയാണ് ടെട്രാപോഡുകൾ ഈ വെള്ളത്തിലേക്ക് വീണ് കിടന്ന് അതിൽ തട്ടിയുള്ള അപകടങ്ങളും. മണലും കരിങ്കല്ലും ടെട്രാപോഡും ഒക്കെ തന്നെ മാറ്റാനുള്ള ഒരു അവസരമായി ഇത് മാറ്റണം, അങ്ങനെ ഒരു അഭിപ്രായം കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഈ ആവശ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മണൽ മാറ്റുന്നതോടൊപ്പം തന്നെ അഴിമുഖത്തിന്റെ പല ഭാഗങ്ങളിലായി കൂറ്റൻ ടെട്രാപോഡുകൾ വീണ് കിടപ്പുണ്ട്. അത് ഈ വള്ളങ്ങൾ അതിൽ തട്ടി അപകടങ്ങൾ നിരവധിയാണ്. ഇത് നിലവിൽ 74ഓളം മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഇതെല്ലാം സംഭവിച്ചത് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണലും കല്ലും തട്ടി വള്ളങ്ങൾ മറിയുന്നു എന്നതാണ് അപകടങ്ങളുടെ പ്രധാന കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒപ്പം ഈ ഹാർബറിന്റെ അശാസ്ത്രീയത. ഇപ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും അവസരോചിതമായ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കല്ലെടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മണലിനോടൊപ്പം അഴിമുഖത്ത് അടിഞ്ഞു കിടക്കുന്ന കൂറ്റൻ കല്ലുകൾ അഴിമുഖത്ത് നിന്ന് മാറ്റിയാൽ വരുന്ന മൺസൂൺ സീസണിൽ സുഗമമായി ഇവർക്ക് മത്സ്യബന്ധനത്തിനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ കഴിയും എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തീർച്ചയായും, അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ തിരയടിയിൽ ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നതും ആളുകൾ മരണപ്പെടുന്നതുമായ കാര്യങ്ങളായിരുന്നു. ആ പ്രശ്നം കൂടി പരിഹരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഫലപ്രദമായി വിനിയോഗിക്കണം, ഈ സാഹചര്യം ഉപയോഗിക്കണമെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതായത് ഡ്രഡ്ജർ വന്ന് ഈ മണ്ണ് മാറ്റുന്നു, അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ഈ വെള്ളമില്ലാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ കരിങ്കല്ല്, നേരത്തെ ഇതിൽ വീണ് കിടന്ന കരിങ്കല്ലുകൾ, ഇതെല്ലാം തന്നെ സുഗമമായി മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കല്ലുകൾ കൂടി മാറ്റണം എന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപർണ, വി വിനോദാണ് മുതലപ്പുഴയിൽ പൊഴിമുറിക്കൽ തുടർന്ന് വിവരങ്ങൾ.